എൻ്റെ അടുത്തിട്ട് എന്തോ ഒരു പ്രശ്നം വന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഈ വചനം ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആ വചനം ഇങ്ങനെ വായിച്ചു. ഇന്ന് ആ വചനം ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ആരും ഓർമ്മ വരുന്നില്ല, തമ്പുരാനും ഓർമ്മ വരുന്നില്ല, എൻ്റെ മിസ്സിസിന് ഓർമ്മ വരും. ആ വചനം അത് അത്രമാത്രം നമ്മുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തും. എന്നാണ് റോമ 15:1. റോമ 15:1 ഒന്ന് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ വചനം. റോമ 15:1. മടി വിചാരിക്കണ്ട, ബൈബിൾ അങ്ങോട്ട് നിവൃത്ത്, അപ്പോൾ കർത്താവ് നിങ്ങളെ നിവൃത്തും. ഹല്ലേലൂയ. സ്വരമേർത്തി പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ വചനം ഏതാണ്? റോമ 15:1. ബലമുള്ളവരായ നാം ആരെയാണ്? ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം ലോകത്തിൽ എവിടെ വെച്ച് ഞാൻ കേട്ടാലും എൻ്റെ മനസ്സിലപ്പോ എൻ്റെ ശ്രീമതിനെ ഓർമ്മ വരും. ആ വചനം അത് അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഇപ്പോൾ ഡൊമിനിക് അച്ഛൻ്റെ വചനങ്ങൾ ഓരോ വചനം വെച്ചാൽ അവർ ചില സ്പർശിക്കുന്ന ജീവിതാനുഭവത്തിലേക്ക് വരുന്ന ചില വചനങ്ങളുണ്ട്. അപ്പൊ നമ്മളത് എപ്പോഴും ഓർത്ത് മനനം ചെയ്യണം. ഹല്ലേലൂയ. സ്വരമേർത്തി പറയും ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1-ാമത്തെ സങ്കീർത്തനത്തിലെ നിങ്ങൾ 6 വചനങ്ങളുള്ളൂ. 1-ാമത്തെ സങ്കീർത്തനം. ആ സങ്കീർത്തന പുസ്തകത്തിലെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നേരത്തെ പാടിയിരുന്നു എങ്കിലും 4 വരി പാട്ട് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ്. ഞാൻ എവിടെ പോയാലും പാടുന്ന പാട്ടാണ്. കല്യാണ വീട്ടിൽ പോയാലും മറ്റു വീട്ടിൽ പാടാൻ പറ്റില്ല, എവിടെ പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. അത് നമ്മളത് ധ്യാനിക്കുമ്പോണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ഞാൻ എവിടെ പോകുമ്പോഴും ഞാൻ ആ പാട്ട്. കഴിഞ്ഞ ദിവസം ഒരു ബന്ധു വീട്ടിലെ കല്യാണത്തിൽ നിന്നപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഏറ്റവും ആദ്യം പരിശുദ്ധാത്മാവേ എന്നുള്ള ഈ പാട്ടാ പാടി. ഹല്ലേലൂയ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ്. നമുക്ക് ഒന്ന് പാടാം. ശരി, ഉറക്ക പാടാം. 4 വരി. 4 വരി. 12 വരിയിൽ നമുക്ക് 4 വരി. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആത്മാവേ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ. ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്കിന്റെ കുറിച്ച് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തട്ടെ. ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മടിയന്മാരാവരുത്. നമ്മൾ വേഗം ആക്റ്റീവായിട്ട് ചെയ്യാം. ഇരിക്കാം, നമുക്ക് ഇരിക്കാം. ബുദ്ധിമുട്ടായി എഴുന്നേറ്റപ്പോ പ്രൈസ് ദി ലോർഡ്. ബൈബിൾ എടുത്തില്ല എല്ലാവരും. സങ്കീർത്തനം 1. 1-ാം സങ്കീർത്തനം നമ്മൾ 6 വചനങ്ങളേ ഉള്ളൂ, കുറച്ച് വചനമുള്ളൂ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കിട്ടിയ സങ്കീർത്തനം 1 മുതൽ 6 വരെ നിർത്തി നമുക്ക് വായിച്ചു പ്രാർത്ഥിക്കാം. എന്താണ്? 1. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ
ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. മറ്റുള്ളവരെ വിമർശിക്കുകയോ മറ്റുള്ളവരെ പരിഹസിക്കുക, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ എവിടെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് അവരിയ്ക്കുന്നത്? അവര് ദുഷ്ടരുടെ അല്ലെങ്കിൽ പരിഹാസരുടെ പീഠങ്ങളിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല. ദൈവ പൈതൽ എപ്പോഴും എവിടെ ഇരിക്കണം? ദൈവത്തിന്റെ കൂടെ ഇരിക്കണം. അതാണ് രണ്ടാമത്തെ വചനം. എന്താണ് രണ്ടാമത്തെ വചനം? അവന്റെ ആനന്ദം. ആരുടെ ആനന്ദം? ദൈവത്തിന്റെ, അവന്റെ ആനന്ദം. അവന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അല്ലെങ്കിൽ നമ്മുടെ. ഇങ്ങനെ ഇരിക്കാത്തവന്റെ, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാതെ, മറ്റുള്ളവരെ വിമർശിക്കുന്നവരുടെ പീഠങ്ങളിൽ കയറിയിരിക്കാതെ, മറ്റുള്ളവരെ പരിഹസിക്കാത്തവരെ, മറ്റുള്ളവരെ തള്ളിപ്പറയാത്തവരെ, അങ്ങനെ പാപികളുടെ വഴിയിൽ സഞ്ചരിക്കാത്തവരെ, അങ്ങനെയുള്ളവന്റെ ആനന്ദം. എന്താണ് ആനന്ദം? അവന്റെ ആനന്ദം. വായിക്കാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. എവിടെയാണ്? കർത്താവിന്റെ നിയമത്തിലാണ്. ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തില് അവിടെ വിരല് വെച്ചോ, രണ്ടാമത്തെ വചനം നമ്മൾ വായിക്കാൻ പോണല്ലോ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ, ഗൂഗിളും അതേപോലെ ഇങ്ങനെ മീഡിയകളൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മോട്ടിവേറ്റേഴ്സിനെ കാണാം. മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഈ അടുത്തൊരു എന്താണ് അനിൽ ബാലചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പ്രശ്നമുണ്ടായി. നമ്മുടെ സന്തോഷ് കുളങ്ങര, അതുപോലെ തന്നെ ഒത്തിരി പേര്, അന്നംകുട്ടി ജോസഫ്, അങ്ങനെ ഒത്തിരി മോട്ടിവേഷൻ എന്താണ് പ്രദീപ്, എൻ്റെ ഒരു പ്രദീപിന് പുള്ളി ഒത്തിരി ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. അങ്ങനെ ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്. അപ്പോൾ അവർ പറയുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ എപ്പോഴും തയ്യാറാവാണ്. ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ ഇന്നത്തെ സമൂഹത്തിലെ, ഇന്നത്തെ യുവാക്കളുടെ ഇടയിലെ, ഇന്നത്തെ സമൂഹത്തിന്റെ ഇടയിലെ വ്യാപിച്ചു വരുന്ന ഒരു കാര്യമാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ. നല്ല മോട്ടിവേറ്ററാണ് അവൻ. മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ പ്രചോദിപ്പിക്കുന്ന, ബൂസ്റ്റ് ചെയ്ത് തരുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകൾ. അപ്പോൾ ഒത്തിരി മേഖലകളിൽ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നമ്മുടെ വൈദികർ ചിലവർ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവരുണ്ട്. സാമൂഹികമായ കാര്യങ്ങൾ പറഞ്ഞ പോസിറ്റീവ് എനർജി, ഒരു വാക്ക് അങ്ങനെയാണ്. പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി തരാവുന്ന രീതിയിൽ നല്ല പഠനങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ കലാം, അദ്ദേഹം ഇതുപോലെ നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക. മോട്ടിവേറ്ററാണ്. നമുക്ക് പലർക്കും അങ്ങനെയുള്ള മോട്ടിവേറ്റേഴ്സിന് ഇഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്ന മോട്ടിവേറ്റേഴ്സിന് നമുക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നല്ലതാണ് എന്ന് ഞാൻ പറയുമ്പോഴും നമ്മുടെ കയ്യിലെ അതിനേക്കാളും വലിയൊരു മോട്ടിവേറ്റർ നമ്മുടെ കയ്യിലുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ കയ്യിലെ ഈ പറയുന്ന ആളുകളെക്കാളും വലിയ ഒരു മോട്ടിവേറ്റർ നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ഈ മോട്ടിവേറ്ററെ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ഓരോ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ 100, 200, 300, 400 പേര് പങ്കെടുത്ത് മോട്ടിവേഷൻ പോസിറ്റീവ് എനർജി കിട്ടി എന്ന് പറയുന്നവന്റെ കുടുംബത്തിലും അവന്റെ കൂടെ ആരുണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്ററായ കർത്താവുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നിങ്ങളൊന്ന് പരിശോധിച്ചറിയാം, ഇതുപോലൊരു മോട്ടിവേഷൻ തരുന്ന ഒരു വ്യക്തിനെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ പറ്റില്ല. കാരണം അവൻ മോട്ടിവേറ്ററാണ്. മോട്ടിവേഷൻ നടത്തുന്നവനാണെങ്കിലേ അവന് പാവപ്പെട്ടവനോടും വേദനിക്കുന്നവനോടും കരയുന്നവനോടും സങ്കടപ്പെടുന്നവനോടും നിരാശപ്പെടുന്നവനോടും സന്തോഷിക്കുന്നവനോടും ആനന്ദിക്കുന്നവനോടും സമ്പന്നനോടും സമ്പത്തില്ലാത്തവനോടും അവന്റെ മേഖലകളിൽ അവനെ ഉയർത്തുവാൻ ദൈവം തന്ന ഏറ്റവും വലിയ മോട്ടിവേറ്ററാണ് യേശു ക്രിസ്തു. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ വീണ്ടും പറയാണ്, നമുക്ക് ഈ മോട്ടിവേറ്ററുടെ കാര്യങ്ങളൊന്നും നോക്കാൻ, കേൾക്കാൻ
സമയമില്ല. മണിക്കൂറുകളോളം ഹാളിൽ ഇരുന്നിട്ട് മോട്ടിവേഷൻ എന്ന പേരില് ഒത്തിരി പേരെ മോട്ടിവേറ്റ് ചെയ്ത് താൽക്കാലികമായ സുഖത്തിന് വേണ്ടി ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞ് നമ്മെ വഴിതിരിച്ചു വിടുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒത്തിരി മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. മണിക്കൂറുകളായിരിക്കും അവര്, എന്നിട്ട് പറയും മോട്ടിവേഷനാ. എന്റെ പ്രിയമുള്ളവരെ, ഏത് മോട്ടിവേറ്റർ നിങ്ങൾ എടുത്താലും, എത്ര സമ്പന്നനായ എത്രയോ വിദ്യാഭ്യാസമുള്ള മോട്ടിവേറ്റർ വന്നാലും ക്രിസ്തുവിന്റെ മോട്ടിവേഷൻ പോലെ വേദനിക്കുന്നവരെയും പാവപ്പെട്ടവരെയും ബിസിനസ്സുകാരനെയും സങ്കടപ്പെടുന്നവരെയും രോഗിയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇത്രയും വലിയ ഒരു മോട്ടിവേറ്റർ ലോകത്തിന്റെ ദൃഷ്ടിയിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മോട്ടിവേറ്റർ നമ്മെ പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനവനൊരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അവൻ എഴുതിയെന്നില്ല, അവന്റെ ആത്മാവ് നിറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ചുവന്ന ബൈൻഡിട്ടിട്ട് കറുത്ത അക്ഷരത്തിൽ വെള്ള പേജില് അവൻ എഴുതി വെച്ച് തന്ന 73 പുസ്തകങ്ങൾ നമുക്ക് അവൻ തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ എഴുതി തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. നീ എന്തു വേണം നിന്റെ ജീവിതത്തിന്റെ സങ്കട നിമിഷങ്ങളിൽ, നിന്റെ ജീവിതത്തിലെ ഗതിമുട്ടിയ നിമിഷങ്ങളിൽ, നിന്റെ വേദനകളിൽ, രോഗങ്ങളിൽ, മറ്റുള്ളവർ നിന്നെ പരിഹസിക്കുമ്പോൾ, നിന്നെ തള്ളി പറയുമ്പോൾ, രോഗിയായി നീ കഴിയുമ്പോൾ നീ എന്തു ചെയ്യണമെന്ന് ഈ മോട്ടിവേറ്റർ നമുക്ക് എഴുതി തന്ന ഒരു മനോഹരമായ ഒരു പുസ്തകം ക്രിസ്ത്യാനിയുടെ കയ്യിലുണ്ട്. അവന്റെ വീടിന്റെ അകത്തിരിപ്പുണ്ട്. ഇന്നത്തെ യുവാക്കളായാലും ഇന്നത്തെ ആര് തന്നെയായാലും ആ പുസ്തകം ഒന്നും മറച്ചു നോക്കാൻ പോലും തയ്യാറല്ല. അതിന്റെ മുമ്പിൽ നിന്നിരുന്ന് ആ പുസ്തകത്തിൽ അവൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനോ അത് ശ്രദ്ധിക്കുവാനോ നമുക്ക് നിർഭാഗ്യവശാൽ സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെഴുതി വരെ ഹല്ലേലൂയ. അപ്പൊ ഏറ്റവും വലിയ മോട്ടിവേറ്ററും ഏറ്റവും വലിയ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ മോട്ടിവേഷൻ പുസ്തകമാണ് ബൈബിള്. നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ വേദപുസ്തകം അതാ മോട്ടിവേഷൻ തരാനാ. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ നമ്മളത് വായിക്കാൻ, അതിന്റെ മുമ്പിൽ ഒന്ന് ഇരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. സ്വരമെഴുതി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമുക്ക് ലിഷർ ടൈമിൽ വിശ്രമ സമയം കിട്ടുമ്പോൾ ഇതൊന്ന് മറച്ചു നോക്കിയാലേ, ഇതിനെ കുറിച്ചിട്ടൊന്ന് ധ്യാനിച്ചാലേ നിന്റെ ജീവിതത്തെ അതെന്തുമാത്രം കരുത്താക്കുമെന്നറിയോ. ഹല്ലേലൂയ. ഈ മോട്ടിവേറ്ററെ കുറിച്ചിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ മനോഹരമായ ഒരു വചനഭാഗമുണ്ട്. നമ്മളതൊന്നും വായിക്കില്ല. എന്നിട്ട് അവന്റെ പിന്നാലെ ഇവന്റെ പിന്നാലെ മണിക്കൂറുകൾ ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ട് നമ്മളൊരു എങ്ങനെയുണ്ട്, ഒരു പോസിറ്റീവ്, എന്ത് പോസിറ്റീവ് എനർജിയാ? താൽക്കാലികമായി ഉണ്ടാകുന്ന അവന്റെ ബിസിനസ് പരമായ മോട്ടിവേഷൻ ഉള്ളൂ. അതിന്റെ അപ്പുറത്ത് സ്ഥിരമായി നിൽക്കുന്ന ഒരു മോട്ടിവേഷൻ തരാൻ ഒരേ ആളേ ഉള്ളൂ ലോകത്തിലെ. പക്ഷെ നിർഭാഗ്യവശാൽ ക്രിസ്ത്യാനി പോലും അവനെ മറന്നിട്ടാ ഓടുന്നത്. മനോഹരമായ ഒരു വചനം അവനെ കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈബിളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചന ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ഉം 16-ഉം വചനങ്ങള്. ഹല്ലേലൂയ. ഒന്ന് എടുത്തു നോക്കിയേ, 14-ഉം 15-ഉം വചനങ്ങള്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-16 വചനങ്ങള്. കിട്ടിയാ? ഉറക്കെ വായിക്കേ. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല. ഒന്ന് ഉറച്ചു വായിക്കേ. ഹല്ലേലൂയ. സ്വരമുയർത്തി വായിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ഉറക്കെ വായിച്ചേൻ. ഒന്ന് എല്ലാവരും സ്വരമുയർത്തി വായിച്ചേൻ. എന്താണ്? ഒന്നുകൂടി വായിച്ചേൻ. 4:15 എന്താണ്? നമ്മുടെ, ഒന്ന് ഉറക്കെ വായിക്കുക. അത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ബലഹീനത വിട്ടുപോകും. ഒന്ന് വായിക്കേ. നിർത്തി വായിക്കുക. നമ്മുടെ
ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ആമേൻ. എന്താണ് പറഞ്ഞത്? ഇപ്പോ നമ്മൾ കേട്ടത് എന്താ കേട്ടത്? നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും സ്വന്തം ബൈബിളിൽ അടിവര ഇട്ടോ. പിന്നെയോ ആരാണ് അവൻ? പറയും. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യത്തിലല്ല, നിങ്ങളുടെ വാക്കുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. പിന്നെ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ ആ വാക്കൊന്നുകൂടി വായിച്ചേ. നമുക്ക് പ്രത്യാശയോടെ. എങ്ങനെയാണ് എങ്ങനെയാണ് പ്രത്യാശയോടെ, ആശയോടെയല്ല, പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ഹല്ലേലൂയ. 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 ഇപ്പോഴത്തെ ഏത് അവസ്ഥയിലാണെങ്കിലും, നിന്റെ ഇപ്പോഴത്തെ ഏത് രോഗാവസ്ഥയിലാണെങ്കിലും, നിന്റെ ഏത് സങ്കടാവസ്ഥയിലാണെങ്കിലും, ഏത് ഒറ്റിക്കൊടുക്കൽപ്പെടുന്ന അവസരത്തിലായാലും, നിന്നെ തള്ളി പറയുന്നവരുടെ മുന്നിലായാലും, നിന്നെ ബഹുമാനിക്കാത്തവരുടെ മുമ്പിലായാലും, അങ്ങനെ വേദന അനുഭവിച്ചു വന്ന ഒരു പ്രധാന പുരോഹിതനാണ് എന്റെ കർത്താവ്. ഹല്ലേലൂയ. 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 അതുകൊണ്ട് ഞാൻ അവനോട് എന്റെ വേദന പറയുമ്പോൾ, എന്റെ സങ്കടം പറയുമ്പോൾ, എന്റെ കണ്ണുനീരൊഴുക്കുമ്പോൾ, എന്റെ ആനന്ദം നൽകുമ്പോൾ, അവനത് മനസ്സിലാക്കാൻ ലോകത്തിലുള്ള ഏതൊരു വ്യക്തിയെക്കാളും ഏതൊരു മോട്ടിവേറ്ററെക്കാളും കഴിവ് അവനുണ്ട്. വിശ്വാസത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. 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 ആ വചനം 16-ാമത്തെ വചനം. അതുകൊണ്ട് അതിനാൽ ഒന്ന് വായിക്കാൻ. വേണ്ട സമയം. എപ്പോഴാണ് വേണ്ട സമയം? വേണ്ട സമയത്ത്. ഓരോരുത്തർക്കും എപ്പോഴാണ് വേണ്ടത്? ആ സമയത്ത്, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി എന്താണ് ഒന്നൊഴിവാക്കി? നമുക്ക് കൃപാവരത്തിന്റെ സിംഹാസനത്തെ എങ്ങനെ സമീപിക്കാം? പ്രത്യാശയോടെ. ക്രിസ്ത്യാനിക്കുണ്ടാകേണ്ട ഹൈ ക്വാളിറ്റിയാണ് പ്രത്യാശ. അതിന് നമ്മൾ അതിന് ഓർമ്മയില്ല. റോമാഞ്ചേഞ്ച്. എന്താണ് റോമാഞ്ചേഞ്ച്? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്ന് വായിക്കാൻ ശരിക്കും. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നിനക്ക് ദൈവം തന്നിട്ടുള്ള, നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച്, ഹൃദയത്തിൽ കൈവച്ച് നിങ്ങൾ പറയണം, ലോകത്തിലുള്ള ഏതു മോട്ടിവേഷൻ ക്ലാസ്, അതൊരു അച്ഛനെടുത്താലും കന്യാശ്രമി എടുത്താലും, ഏത് ലോകത്തിലുള്ള ഏതൊരു വ്യക്തിയും എന്ത് പോസിറ്റീവ് എനർജി തരുമെന്ന് പറഞ്ഞാലും, നിന്റെ വീടിന്റെ അകത്തിരിക്കുന്ന നിന്റെ വിശുദ്ധ ഗ്രന്ഥം
തരുന്നത്ര പോസിറ്റീവ് എനർജി, സ്ഥായിയായി നിൽക്കുന്ന ഒരു എനർജി, സ്ഥിരമായി നിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു എനർജി ലോകത്തിൽ ഒരു വ്യക്തിക്ക് പോലും തരാൻ കഴിയുകയില്ല എന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഈ കാലഘട്ടം അങ്ങനെയാ. നമ്മുടെ യൂട്യൂബുകളിലെ പല സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതും, ഇതാ ഇന്ന് അയാൾ വരുന്നുണ്ട്, അയാളുടെ ക്ലാസ് നിങ്ങൾ കേൾക്കണം, എന്തുമാത്രം പ്രചോദനമാണ്, എന്തുമാത്രം കഴിവാണ്, എന്തുമാത്രമാണ് എന്ന് പറഞ്ഞ് പലവരും നമ്മളെ സമീപിക്കും. ക്രിസ്ത്യാനിയോടും എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് ഓർത്തിട്ട്. പക്ഷെ അവന്റെ മുമ്പിൽ, വീടിന്റെ ഉള്ളില് അതിനേക്കാളും വലിയ മോട്ടിവേഷൻ തരുന്ന ഒരു പുസ്തകമുണ്ട്. അവനതൊന്ന് മറച്ചു നോക്കാനോ, അതിന്റെ മുമ്പിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് വായിക്കാനോ, അതൊന്ന് ധ്യാനിക്കാനോ, അതൊന്ന് ചിന്തിക്കാനോ, അതൊന്ന് വിശ്വസിക്കാനോ അവന് സമയമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വളരെ ഹൃദയവേദനയോടെ ഞാൻ പറയുന്നത്, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പ്രശ്നം ഇതാ. നമുക്ക് അവന്റെ സ്വരം കേൾക്കാനോ, അവന്റെ പുസ്തകം ഒന്ന് തുറന്നു നോക്കാനോ, അവന്റെ മുമ്പിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് ധ്യാനിക്കാനോ, ഒന്ന് ചിന്തിക്കാനോ, ഒന്ന് ജീവിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ആയിരക്കണക്കിന് രൂപ കൊടുത്ത് മോട്ടിവേഷൻ ക്ലാസ്സുകളിലേക്ക് മോട്ടിവേറ്ററെ അന്വേഷിച്ച് നമ്മൾ പോവുകയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ പൊട്ടയാണെന്നല്ല മോട്ടിവേഷൻ പോസിറ്റീവ്. പക്ഷെ സ്ഥായിയായ നിന്റെ ഉള്ളിൽ നിന്നെ രൂപപ്പെടുത്തുന്ന ഒരു മോട്ടിവേറ്റർ ക്രിസ്തുവാണ്. നിനക്ക് അവന് ഏതു സമയത്ത് വേണമെങ്കിൽ ചെല്ലാം. നീ പാപാവസ്ഥയിലാണെങ്കിലും, നീ പാപമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും, നിന്റെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ നിനക്ക് ചെല്ലാവുന്ന ഒരു മോട്ടിവേറ്ററേ ഉള്ളൂ ലോകത്തിലെ. അവനാണ് ക്രിസ്തു. ഹല്ലേലൂയ. അവൻ എഴുതി തന്ന പുസ്തകം, അവൻ എഴുതുക നിങ്ങളുടെ അർത്ഥത്തിലല്ല, അവൻ നമുക്ക് തന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ഗ്രന്ഥം. ഹല്ലേലൂയ. സ്വയം പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അർത്ഥം എന്താ? ബൈബിൾ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബൈബിൾ എന്ന വാക്കിന്റെ ലിറ്റർജിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വൽ മീനിങ് ഉണ്ട്. അത് ദി ബുക്ക് എന്നാണ്, പുസ്തകങ്ങൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ. 73 പുസ്തകങ്ങൾ തുന്നിച്ചേർത്ത് വെച്ചിട്ടുള്ള ഏക പുസ്തകമാണ്, അല്ലെങ്കിൽ ദൈവിക ലൈബ്രറിയാണ് ബൈബിള്. ലൈബ്രറി നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറി, വീട്ടിലൊക്കെ പുസ്തകങ്ങൾ ഇങ്ങനെ അടക്കടയ്ക്ക് ഷെൽഫിൽ വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ദൈവം 73 പുസ്തകങ്ങള് ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ള ഒരു ഡിവൈൻ ലൈബ്രറിയാണ് ബൈബിള്. ഹല്ലേലൂയ. ഇത് നിസാര കാര്യമല്ല. അത് നിയമാവർത്തന പുസ്തകം 32-ന്റെ 46, 47 വചനങ്ങൾ പറയുന്നുണ്ട്, ഇത് നിസാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. ഇത് നിങ്ങളുടെ ജീവനാണ്. അപ്പോ ഈ പുസ്തകം ഇങ്ങനെ കെട്ടി വെച്ച് 73 പുസ്തകങ്ങളാക്കി ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ദി ബുക്ക് എന്നാണ്. അതിന്റെ കഥകൾ വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ദി ബുക്ക് എന്നാണ് അതിന്റെ. നിങ്ങൾ ഗൂഗിൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 5-6 ബൈബിളിനെ കുറിച്ചിട്ട് 5-6 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് ഏതായിരുന്നു? ഒരു ഗൂഗിളുകാർ എഴുതി വെച്ചിരിക്കുന്നതാണ് ബൈബിളിനെ കുറിച്ചിട്ട്. ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് ദ എർത്ത്. ഭൂമിയിൽ നിന്ന് ഒരാൾ പോകുന്നതിന് മുമ്പ് അവൻ അറിയേണ്ട അടിസ്ഥാന പ്രമാണങ്ങളാണ് ബൈബിൾ. ബൈബിൾ എന്ന് എന്താ? ബേസിക്. ബൈബിൾ. ഐ എന്താണ്? ഇൻഫർമേഷൻ. പിന്നെ BIB, ബൈബിളിന്റെ B, ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലിവിങ്, ലിവിങ് എർത്ത്, ഭൂമിയിൽ. BIBLE ബൈബിളിന്റെ ഒരു അർത്ഥമാണ് ഗൂഗിളുകാർ പറഞ്ഞിരിക്കുന്നത്. ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് ദ എർത്ത്. ഭൂമിയിൽ നിന്ന് ഒരാൾ പോകുന്നതിന് മുമ്പ് അവൻ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. അതെന്താണ് പോകുന്നതിന് മുമ്പ് അറിയേണ്ട യാഥാർത്ഥ്യം? നിത്യജീവിതം. ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ ജീവിതത്തെ കുറിച്ച് നിന്നെ മനസ്സിലാക്കാൻ നിനക്കൊരു വഴികാട്ടിയാണ് ബൈബിള്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് നിത്യജീവനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് മാറി. നമ്മുടെ തലമുറകള് ഈ ലോകത്തിൽ എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കേട്ടു, മരിച്ചുപോയ ആരും നമ്മളോട് വന്ന് പറഞ്ഞിട്ടില്ലല്ലോ സ്വർഗം ഇങ്ങനെയാണെന്ന്, മരിച്ചുപോയ ആരും വന്നിട്ടില്ലല്ലോ നരകം ഇങ്ങനെയാണെന്ന്.
അതാണ് നമ്മുടെ ബൈബിളിലെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ധനവാനും ലാസറിന്റെയും കാര്യം പറയുന്ന കൂട്ടത്തില് അവിടെ വളരെ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. ലാസർ അബ്രഹാത്തിന്റെ മടിയിലിരിക്കുമ്പോ ധനവാൻ പറയാണ്, അവനെ എൻ്റെ വീട്ടിലേക്കൊന്ന് വിടണം. എൻ്റെ വീട്ടിൽ ഇനി എനിക്ക് സഹോദരങ്ങൾ അവരാരും നിത്യാഗ്നിയിലേക്ക് വരാതിരിക്കാൻ. അപ്പൊ കർത്താവ് പറയുന്ന വാക്കാണ്, എൻ്റെ പ്രിയമുള്ളവരെ, അവർക്ക് പ്രവാചകന്മാരും നിയമവും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരത് വിശ്വസിക്കട്ടെ. അവർക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് നിയമവും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം. ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ഓർക്ക പറയേ ഹല്ലേലൂയാ. ഓർക്കം വരുന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയാ. ഓർക്കം വരുന്നവർക്ക് ഞാനൊരു പാട്ടൊക്കെ പാടിത്തരാം. ഹല്ലേലൂയാ. എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു പാട്ടാണ് അല്ലേ സജി, ഞാൻ ഉറങ്ങാൻ പോകും മുമ്പായി. നിനക്ക് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങുമ്പോൾ നമുക്ക് ആ പാട്ട് പാടാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആരെങ്കിലും ഉറങ്ങുന്നുണ്ടാവുന്നു കേട്ടാ. ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞ ഹല്ലേലൂയാ. ഇനി രണ്ടാമത്തെ വചനം സങ്കീർത്തനങ്ങൾ 1:2. എന്താണ് അവിടെ പറയുന്നത്? അവന്റെ ആനന്ദം എന്താണ്? വായിക്കേ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. വായിക്കേ, ഉറക്ക വായിക്കേ. രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. എന്തിനെ കുറിച്ചിട്ടാ ധ്യാനിക്കണേ? അവന്റെ ആനന്ദം. ഓരോ വ്യക്തികൾക്ക് ഓരോ തരത്തിലുള്ള ആനന്ദം. ഓരോ വ്യക്തികൾക്ക് ഓരോ തരത്തിലുള്ള ആനന്ദം. ചിലവർക്ക് എന്താണ്, കുറെ ഭക്ഷണം കഴിക്കണം. ഞാൻ അങ്ങനെ കുറെ ആനന്ദിച്ചാളാ. കുറെ ഭക്ഷണം കഴിച്ച അവസരം ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. ഇപ്പോ ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കാൻ പറ്റാണ്ടായി. കുറേ ആനന്ദിച്ചു, കുറേ മധുരപരിഹാരങ്ങൾ തിന്നു. ഇപ്പൊ ഒന്നും കഴിയാൻ പറ്റില്ല. ഷുഗറൊക്കെ വന്നപ്പോ അതൊക്കെ കുറച്ചു, നന്നായിട്ട് അടിച്ചു പൊളിച്ച് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഷുഗർ വന്നു, BP വന്നപ്പോ ഉപ്പ് കൂട്ടാനും പറ്റില്ല. ഇന്നലെ ഞാൻ ഉച്ചയ്ക്കായപ്പോഴേക്കും BP കുറഞ്ഞ് പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഒരു ആനന്ദം ഇങ്ങനെ ഭക്ഷണം കഴിക്കണം. ചിലർക്ക് അതന്നെ ഭക്ഷണത്തിലാണ് ആനന്ദം. കുറേ ഭക്ഷണം ഇങ്ങനെ കഴിക്കും. ഞാനും കുറെ ഭക്ഷണം കഴിച്ച് ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റാണ്ടായി. അപ്പൊ ഞാനൊരിക്കൽ ഒരു സിസ്റ്റർ ഇങ്ങനെ സംസാരിച്ചപ്പോ പറയണേ, ഞാൻ സിസ്റ്ററോട് വെച്ച് പറയാ, സിസ്റ്റർ ഒരു ഉദാഹരണം പറഞ്ഞ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണക്കൂട്ടി പോകണ്ട. ഒരു ജീവിതത്തിലെ ഉദാഹരണം, ഒരു 500 കിലോ പഞ്ചസാരയാണ് ദൈവം അനുവദിച്ചിട്ടുള്ളത്. ജോസഫിനെ മനസ്സിലായ ഉദാഹരണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ 500 കിലോ ഉള്ളോ എന്ന് ചോദിക്കരുത്. 500 കിലോ ഒരാൾക്ക് ദൈവം ഒരു അലോട്ട്മെന്റ് റേഷനായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ദൈവം 500 കിലോ പഞ്ചസാര എനിക്ക് അനുവദിച്ചിട്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. ഞാൻ ഈ 500 കിലോ പഞ്ചസാര കഴിക്കേണ്ടത് എനിക്ക് എത്ര വയസ്സുണ്ടെങ്കിൽ അത്ര വയസ്സ് 70 അല്ലെങ്കിൽ എത്ര കിട്ടണമെങ്കിൽ അത്ര ആ കാലഘട്ടത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തീർക്കാനുള്ളതാണ് 500 കിലോ പഞ്ചസാര. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ഈ 500 കിലോ പഞ്ചസാര കിട്ടിയപ്പോൾ ഞാനത് ചെറുപ്പം മുതൽ തിന്ന് പഞ്ചസാരയൊക്കെ തിന്ന് അവസാനം എനിക്കിപ്പോൾ എന്തായി? പഞ്ചസാര കഴിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് തന്ന അലോട്ട്മെന്റ് കഴിഞ്ഞു. എനിക്ക് 500 കിലോ കുറേ വർഷം മുമ്പ് തീർന്നു. അപ്പൊ ഇപ്പൊ പഞ്ചസാര കൂട്ടാൻ പറ്റില്ല. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് തന്നിട്ടുണ്ട്. ഒരു 1000 കിലോ കോഴി തന്നിട്ടുണ്ടാവും. ആ കോഴി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ പറ്റുമോ? അപ്പൊ എനിക്കൊരു 1000 കിലോ കോഴി ഒന്നും എൻ്റെ കഴിഞ്ഞപ്പോൾ ഇനി ഈ കോഴി കഴിക്കല. കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കോഴിയിറച്ചിനെ നോക്കിക്കിട്ട് പോരും. വേറെ പല അസുഖങ്ങളുള്ളതുകൊണ്ട്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ആനന്ദം അങ്ങനെയാ. ചിലർക്ക് ഇങ്ങനെ ടൂറ് പോവുക, ചിലർക്ക് ഇങ്ങനെ അടിച്ച് പൊളിക്കുക. അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആനന്ദം, ഓരോ രീതിയിൽ. നമ്മൾ മൂന്നാറിലേക്ക് പോവുക, അവിടെ പോകും, വേണ്ടെന്നല്ലേട്ടാ ഞാൻ പറഞ്ഞു, നെല്ലിയാമ്പതിക്ക് പോവുക, അവിടെ പോകും, സന്തോഷം, ഒരു ആനന്ദം. പക്ഷെ ഇവിടെ സങ്കീർത്തകൻ പറയാണ്, അവന്റെ ആനന്ദം ഈ പരിഹാസകരുടെ പീഠത്തിൽ ഇരിക്കാത്തവന്റെ, പാപികളുടെ വഴികളിൽ സഞ്ചരിക്കാത്തവന്റെ ആനന്ദം എവിടെയാണ്? കർത്താവിന്റെ നിയമത്തിലാണ്. പിന്നീട് അടുത്ത വചനം ഒന്ന് വായിക്കുക. നിങ്ങള് ഉറക്കെ വായിക്കുക, വായ തുറന്ന് വായിക്കുക. എന്താണ് അടുത്ത്? രാവും പകലും അവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. 3 നിങ്ങൾ നിർത്തി വായിക്കുക. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. ആര്? യേശു എന്നല്ല, നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയാം.
ആ കർത്താവിന്റെ നിയമത്തിൽ ആനന്ദിക്കുന്നവൻ എന്താണ്? അവൻ എന്താണ്? നീർച്ചാലിന എന്ന് വായിച്ചു വയ്ക്കും. നിങ്ങൾ സന്തോഷം തോന്നുന്നില്ലേ നിങ്ങൾക്ക് കേൾക്കുമ്പോ? സങ്കടാണോ? എന്താണ്? നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴി ഹല്ലേലൂയ ഹല്ലേലൂയ. ഫാൻ മറിഞ്ഞു എന്റെ ശബ്ദം കേട്ടിട്ടാണ്. ഫാൻ വേണ്ട. അപ്പൊ ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. ഹല്ലേലൂയ. നിങ്ങളൊരു വചനഭാഗം, അതിന്റെ ഇണവചനം ഉണ്ട്. അതിന്റെ ഒരു ഇണവചനം, ആ ഇണവചനത്തേക്ക് ജെറമിയ 17:8. 17:8. അപ്പൊ നിങ്ങൾക്ക് ഈ ആരാണ് നീർച്ചാലിനരികെ നട്ട ഫലത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുണ്ട്. ജെറമിയ 17:8. വേഗം എടുക്ക്. ജെറമിയ, പഴയ നിയമ പുസ്തകത്തിലെ ജെറമിയ 17:8. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. എന്നിട്ട് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അടുത്തത്, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. അത്രയല്ലേ ഉള്ളൂ. വായിക്കേ. വരൾച്ചയുടെ കാലത്തും അത് അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? കാരണം പറയൂ നിങ്ങൾ, എന്താ കാരണം? അതിന്റെ വേരുകൾ വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. അതുകൊണ്ട് അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിന്റെ ഇലകളെന്നും പച്ചയായി നിൽക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാരെ കുറിച്ചിട്ടാ പറയുന്നേ? കർത്താവിന്റെ നിയമത്തിൽ ആനന്ദിക്കുന്നവൻ നീർച്ചാലരികെ നട്ടതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അതിന്റെ ഇണവചന നമ്മൾ വായിച്ചത് ജെറമിയ 17:8. മറക്കോ നിങ്ങൾ? ഇനി മറക്കോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ വേര് എവിടെ നിൽക്കണേ? ഇപ്പോ വെള്ളത്തിലാണോ അതോ വെള്ളത്തിലാണോ? അല്ലേ? എവിടെ നിൽക്കണത്? നമ്മുടെ വേര് വെള്ളത്തിലാണെങ്കിൽ വർഷകാലവുമില്ല വേനൽക്കാലവുമില്ല, എപ്പോഴും എന്തുണ്ടാകും? ഫലം ഉണ്ടാക്കും. സമൃദ്ധിയായിട്ട് ഫലം ഉണ്ടാക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ്, ഞാൻ കൊട്ടയ വചനം ഓർമ്മയുള്ളത്, അത്തിമരത്തെ ശപിക്കാനായിട്ട് പോകുന്നില്ലേ? അത്തിമരത്തെ എത്രാമത്തെ മർക്കോസ് 9. അത് നമുക്ക് എടുക്കാം. അത്തിമരത്തെ ശപിക്കുന്നതിന് മുമ്പ് ഈ കർത്താവ് ആ വഴിക്ക് വരുമ്പോ ഇത് ഇല ചൂടിങ്ങനെ കണ്ടമാനം ഇല ചൂടിങ്ങനെ നിൽക്കാം. അപ്പൊ എന്താ കർത്താവ് വിചാരിച്ചത്? അതില് ഫലമുണ്ടാകുമെന്ന് കരുതി കർത്താവ് അവിടേക്ക് ചെന്നു. മർക്കോസ് സുവിശേഷകൻ എഴുതി വെച്ചിരിക്കുകയാണ്, അത് ഫലങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമല്ലായിരുന്നു. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? അതിന്റെ അരികിലേക്ക് ചെന്നു. അതിനരികെ എന്തുണ്ടായി? അവനെ ഫലമൊന്നും കിട്ടിയില്ല. അവൻ അതിനെ ശപിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഫലം ചൂടി നിൽക്കുന്ന മരം പോലെ നമ്മൾ നിന്നാലേ കർത്താവ് ഫലം അന്വേഷിച്ച് വരുമ്പോൾ, ഫലം കാണാതെ വരുമ്പോൾ കർത്താവ് ശപിക്കാന്നല്ല എത്തിക്കുന്നത്. കർത്താവ് അവിടെ നിന്ന് മറ്റൊരു വഴിക്കോടെ യാത്ര ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്തുണ്ടായിരിക്കണം? ഫലം ചൂടുന്ന വൃക്ഷങ്ങളായി വരണം. കർത്താവ് എപ്പോഴാണ് വരുന്നത്? ഫലം ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്താവണം? അപ്പൊ നമ്മൾ എന്താവണം? ഫലമുള്ളവരായിരിക്കണം. സോപ്പടിച്ച് നിന്നിട്ട് കാര്യമില്ല. എന്താ ഇങ്ങനെ നമ്മൾ കാണുമ്പോ ഫ്രാങ്ക് ബ്രദർ ഭയങ്കര ക്ലാസ്സോ ഭയങ്കര ധ്യാനോ എന്നൊക്കെ പറയുന്നില്ല, പറയുന്നു നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ട്
പക്ഷേ ഫലമുണ്ടോ? ഫലം എവിടെ അറിയാം? നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും സന്തോഷത്തിലും സമാധാനത്തിലും നമ്മുടെ എല്ലാ മേഖലകളും കുടുംബജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും ഈ ഫലം ചൂടുന്നവരായി കണ്ടാൽ മാത്രമേ അതിന് ദൈവത്തിന്റെ സമ്മാനം കിട്ടുള്ളൂ. നമ്മളെ ഇരട്ടിക്കോപ്പി, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ട് ഒരു ഒരു കോട്ടയിലെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് അച്ഛന്മാര് വീട്ടിലേക്ക് വന്നപ്പോൾ, ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചാണ്, അച്ഛന്മാര് വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു വീട്ടിലെ പ്രയർ റൂമില് അവിടെ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ തിരുഹൃദയത്തിന്റെ ഫോട്ടോന്റെ അപ്പുറത്തിപ്പുറത്തും അന്നത്തെ കാലത്ത് ഇങ്ങനെ ചില കലണ്ടറുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. ആ കലണ്ടറുകൾ ഇങ്ങനെ ആനയുടെ ഇങ്ങനെ സിംഹത്തിന്റെയും പെണ്ണുങ്ങളുടെയും ഇങ്ങനെയൊക്കെ പണ്ട് കാലത്ത് ഇഷ്ടംപോലെ കലണ്ടറുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. ഫാഷൻ ഫാബ്രിക്സുകാരുടെ, മീൻസ് തുണിക്കടക്കാരുടെ കലണ്ടർ, അതുപോലെ പലവരുടെയും കലണ്ടറുകൾ ഇപ്പൊ എല്ലാം ഡേറ്റ് കലണ്ടറുകളായി മാറി. അപ്പൊ അങ്ങനെ വിവിധ കലണ്ടറുകൾ ഇങ്ങനെ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞങ്ങൾ ധ്യാനത്തിന്റെ അവസാന ദിവസം ഞങ്ങൾ സാധാരണ ഇല്ലെങ്കിലും ഞങ്ങൾ ഒരിക്കൽ കൂടി എല്ലാ വീടുകളിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കലണ്ടർ എല്ലാം മാറ്റണം. തിരുഹൃദയത്തിന് അവിടെ വേറെ ഒന്നും നിങ്ങൾ വെക്കരുത്. പെണ്ണിനെയും ആണിനൊന്നും വെക്കണ്ട, ആനേനെയും കുതിരേനൊന്നും വെക്കണ്ട. അത് പവിത്രമായിട്ട് നിങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ അച്ഛൻ ഒരു ധ്യാനത്തിന്റെ അവസാന ദിവസം അച്ഛൻ വീണ്ടും ഈ പോയ വീടുകളിലേക്ക് അച്ഛൻ പോയി പ്രാർത്ഥിച്ച് നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ ചെല്ലുമ്പോൾ ഈ വീട്ടിലേക്ക് ചെന്നു. ഇന്ന് ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ വീട്ടിൽ അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛൻ പറഞ്ഞത് അക്ഷരം പ്രതി അവരനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നല്ല കാറ്റും, പുറത്ത് നല്ല കാറ്റും മഴയൊക്കെ പെയ്തു. ആ സമയത്ത് ഒരു ദുരന്തം ഉണ്ടായി. എന്താണെന്നറിയോ? ഈ കലണ്ടറുകളൊക്കെ ഇങ്ങനെ പറന്നു, കലണ്ടർ ഇങ്ങനെ പറന്നു. അപ്പൊ അതിൻ്റെ അടിയിലെ പഴയ പെണ്ണും പഴയ ആനയും പഴയ സിംഹവും പഴയ മനുഷ്യരൊക്കെ അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലാണ് ഈ ഓരോ ചിത്രങ്ങൾ, തിരുകർത്താവിൻ്റെ, മാതാവിൻ്റെ, മറിയത്തിൻ്റെ, ഈശോയുടെ, ഔസേപിതാവിൻ്റെ ചിത്രങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ഇപ്പോഴെന്താ? അതിൻ്റെ അടിയിൽ ഇപ്പോഴും തന്നെയാ ഈ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും. ഇതന്നെ നമ്മുടെ ജീവിതം. ധ്യാനം കൂടി കഴിഞ്ഞാൽ ഇന്ന് നെഹമ്യാന്റെ ക്ലാസ് എടുത്ത് കേൾക്കുമ്പോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷേ ഒരു കൊടുങ്കാറ്റ് വേണ്ട, ഒന്ന് കാറ്റടിച്ചാൽ മതി, നമ്മുടെ മുഖം മൂടിയൊക്കെ മാറിപ്പോവും. പഴയ സ്വഭാവം. ചിലർ പറയില്ലേ, ഞാൻ ധ്യാനം കൂടി ഇല്ലെങ്കിണ്ടല്ലോ എന്റെ സ്വഭാവം നീ തിരിച്ചറിഞ്ഞെന്ന് പറയില്ലേ. ഞാൻ മോശക്കാരനല്ല, ഞാനും കൂടിയോട് ഞാൻ പിന്നാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവന്റെ ഉള്ളിൽ ആരുണ്ട്? അവന്റെ ഉള്ളിൽ പഴയ മനുഷ്യൻ കിടക്കുന്നുണ്ട്. അവന് ഉരിഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും അവൻ കിടക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ നല്ല അടിപൊളി ഷർട്ടും വെള്ള മുണ്ടും ട്രൗസറും പാൻറ്റും ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഹായ് ഹല്ലേലൂയ ഹല്ലേലൂയ പറയും. ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് നല്ലൊരു വചനഭാഗണ്ടേ, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചതാണ്. ജോബിന്റെ പുസ്തകം, അതായത് സങ്കീർത്തനങ്ങളുടെ തൊട്ട് പുറകിലാണ് ജോബിന്റെ പുസ്തകം. ജോബിന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ അല്ലെ, ജോബിന്റെ കൂട്ടുകാര് 2-3 പേര് അവനെ കാണാൻ വരുന്നുണ്ട്. ജോബിനെ കാണാൻ വരുന്നുണ്ട്. ജോബിന്റെ അടുത്തേക്ക് എന്നിട്ട് അവരിങ്ങനെ ഉപദേശം കൊടുക്കാൻ വരുന്നുണ്ട്. എന്നിട്ട് 4-ാം അധ്യായം, ജോബിന്റെ പുസ്തകം 4-ാം അധ്യായം. നിങ്ങളിത് പഠിച്ചു വെച്ചോ. കർത്താവിന്റെ ശുശ്രൂഷകരെ ഈ വചനം പഠിച്ചു വെക്കുന്ന ഏറ്റവും നല്ലതാ. ഞാൻ അടക്കാലത്ത് 2-3 പ്രാവശ്യം വായിച്ചു നോക്കി. ഇതാരെ കുറിച്ച് പറയണേന്ന് അറിയാം? ജോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തില് ആരെ കുറിച്ചാ പറയണേന്ന് അറിയാം? ആരെ കുറിച്ചിട്ടാ? ജോബിനെ കുറിച്ചിട്ട്. അതാരെ ജോബ്? എന്റെ പിഴ, ഞാൻ തന്നെ ജോബ്. പക്ഷെ ജോബിന്റെ ഇത് മാത്രമല്ല, ജോബിന്റെ ക്വാളിറ്റീസ് ഒക്കെ വേറെ ഉണ്ട്. അതൊക്കെ നമ്മൾ പോണില്ല. അപ്പോ എലിഫാസിന്റെ പ്രഭാഷണം എന്നാണ് എന്റെ ഹെഡിങ്. അവന്റെ കൂട്ടുകാരനാണ്. അവൻ വന്നിട്ട് ഇങ്ങനെ അവൻ സംസാരിക്കാണ്. 2-ാമത്തെ വചനം, സംസാരിച്ചാൽ നിനക്ക് അഹിതമായി തോന്നുമോ? ബൈബിൾ എടുക്ക്, ബൈബിൾ എടുത്ത് നിവർത്തി വായിക്കി. വായില് നാവക്കില്ലേ, ഉറക്കെ വായിക്കി. ഉറക്കെ വായിക്കി. എങ്കിലും മൗനം അവലംബിക്കാൻ ആർക്ക് കഴിയും? ഇനി അടുത്തത് നിങ്ങളുടെ ബൈബിളാണെങ്കിൽ അണ്ടർലൈൻ ചെയ്തോ.
നീ അനേകരെ ഒരു കയ്യിൽ നെഞ്ചത്ത് വെച്ചോ. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. ജോബിനെ കുറിച്ച് പറയണതാണ്. ജോബിന്റെ കൂട്ടുകാരൻ പറയാണ്, ഇതൊക്കെ നീ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എന്തുമാത്രം കൗൺസിലിംഗ് നടത്തിയിരിക്കുന്നതല്ലേ. ചേച്ചി പേടിക്കണ്ട, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നീ തളരരുത്, ഈശോയിൽ മാത്രം ആശ്രയിക്കുക, നമ്മളെന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുക അല്ലേ. കൗൺസിലിങ്ങിനും നമ്മുടെ അടുത്ത് ഈ പ്രീജ അവരൊക്കെ അടുത്ത് നിന്നോട് ഭയങ്കര ദൈവജനം പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറയും. എന്നിട്ട് പറയാണ്, നീ അനേകരെ ആയിക്കേ ഉപദേശിച്ചിട്ടുണ്ട്. പിന്നെ ദുർബല കരങ്ങളെ ശക്തി, പലവർക്കും ശക്തി കൊടുത്തിട്ടുണ്ട് നമ്മള്. അങ്ങനെയല്ല, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു ദൈവമുണ്ട്. ഹെബ്രായർ 4, 16, 15, 16 അതിനൊക്കെ പറഞ്ഞ് നമ്മൾ പലവരെയും ബലപ്പെടുത്തിയിട്ടുണ്ട്. പലവർക്ക് നമ്മൾ ശക്തി പകർന്നു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 എന്താണ്? 4:4 കാലിടറിയവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി. ഭയപ്പെട്ടിരുന്നവര് ഇപ്പൊ തൂങ്ങി ചാവണം, മരിക്കണം, ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ അതാണ് ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളൊക്കെ പതറിപ്പോയവർക്ക് നിന്റെ ഒരു വാക്ക് കൊടുത്തിട്ട് നീ അവരെ താങ്ങി നിർത്തി. പിന്നെ ദുർബല പാദങ്ങൾക്ക് നീ കരുത്തു പകർന്നു. അങ്ങനെ വേദനിക്കുന്നവനെ ആശ്വസിപ്പിച്ചിട്ട് നീ കൊണ്ടു നടന്ന് അവന് രക്ഷ കൊടുത്തു, അല്ലെങ്കിൽ അവന് ഒരു വിശ്വാസ ബോധ്യം നൽകി. ഇനി അടുത്ത വചനം വായിച്ചേക്ക്. നിന്റെ എന്താണ്? നിനക്ക് വായിക്കേ, നിനക്ക് ഉറക്കെ വായിക്കേ. നിനക്ക് ഇത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയി. പിന്നെ അത് നിന്നെ സ്പർശിച്ചപ്പോൾ നീ സംഭ്രാന്തനായി തീർന്നു. കണ്ടോ? ഈ അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ, ഒരു സുവിശേഷകനായ എന്റെ ജീവിതത്തില് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്ത് കൗൺസിലിംഗ് നടത്തി മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന എന്റെ ജീവിതത്തില് മേൽപ്പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ എന്തുണ്ടായി? നിന്റെ ക്ഷമ കെട്ടുപോയി. ജോബിന് നിരന്തരം പ്രശ്നങ്ങൾ വന്നപ്പോ ജോബ് സഹിച്ചു, ദൈവം അങ്ങനെ പറഞ്ഞ്. അപ്പൊ ഉപദേശം പറയുന്നത്, നിനക്ക് ക്ഷമ കെട്ടുപോയി, അത് നിന്നെ സ്പർശിച്ചപ്പോൾ സംഭ്രാന്തനായി. എന്നിട്ടാണ് ഒരു ക്രൈസ്തവനോട് ദൈവത്തിന്റെ വചനം ബലം പകരാൻ നമുക്ക് തരുന്നൊരു വചനാണ്. ഓരോ ക്രിസ്ത്യാനിയും ഈ ജോബിന്റെ പുസ്തകം വായിക്കണം. എന്നിട്ട് എന്താണ് പറയുന്നത്? നിന്റെ ദൈവഭക്തി നിന്റെ ദൈവഭക്തി നിനക്ക് ബലം പകർന്നില്ലേ? അടുത്തത്, നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ? 7 ചിന്തിച്ച് നോക്കൂ. എന്താ ചിന്തിച്ചു നോക്കേണ്ടത്? നിഷ്കളങ്കൻ എന്തെങ്കിലും നാശമടഞ്ഞിട്ടുണ്ടോ? നീതിനിഷ്ഠൻ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടോ? അനീതിയുടേത് തിന്മ വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പേരോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മൾ സമർത്ഥന്മാരാ. സുവിശേഷം പ്രസംഗിക്കാൻ ഈ സ്റ്റേജിന്റെ മുകളിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇരട്ടി പവറാ. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഈ ജോബിനെ പോലെയൊക്കെയായിരുന്നു. ഞാൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. നമ്മള് കുരിശിന്റെ വഴിയിൽ പറയില്ലേ, ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോ പ്രിയളരെ ഓരോന്ന് വരാ. അവസാനം എനിക്ക് ചെവിവേദന വന്നു. മറ്റതൊക്കെ വന്ന് ഞാൻ ഒരു പരുവത്തിൽ നിൽക്കുക, ഷുഗറും പ്രഷറും ഇതൊക്കെ ഇങ്ങനെ ഒരു പരുവത്തിലായിപ്പോ അവസാനം ചെവിവേദന ചോദിച്ച് ചെവി ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ പറഞ്ഞു അത് ചെവിയുടെ ഉള്ളിൽ എന്തോ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അത് മരുന്ന് കഴിക്കാമെന്ന്. എന്നിട്ടും ചെവിവേദന മാറുന്നില്ല. അപ്പൊ ഇനി അറിഞ്ഞതില്ല പല്ലിന്റെ വേദനയാണ് ചെവിവേദന ചെയ്ത്. അപ്പൊ പല്ല് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോ പറഞ്ഞു അതിന്റെ പല്ല് കേടാണ്. അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തപ്പോ എക്സ്റേ എടുത്തപ്പോ കേടാണ്. അത് നമുക്ക് എന്ത് ചെയ്യണം? എന്താണ്? റൂട്ട് കനാൽ ചെയ്യുന്നത്.
അങ്ങനെ ഞാൻ 4 ദിവസം മുമ്പ് പോയി റൂട്ട് കനാൽ ചെയ്യാൻ ഡോക്ടറെ മുമ്പിൽ വായും തുറന്നു വെച്ച് കൊടുത്തു. ഡോക്ടറെ കുറെ അവിടെ കുത്തി ഇവിടെ കുത്തി കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ടെന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ നാളെ പോയി ഒന്നും കൂടി സിറ്റിംഗ് ഉണ്ട് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ഓരോന്നോരാണ്. അപ്പം ഞാൻ ഇന്നലെ സമാധാനമായിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഉറക്കം വന്നു. ഉറക്കം വന്നപ്പോൾ BP പറ്റസ് വീട്ടിലുണ്ട്. ഞാൻ വെറുതെ നോക്കുമ്പോൾ എൻ്റെ BP ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും താന്നു പോയിട്ടില്ല. അപ്പോൾ 120/80 സാധാരണക്കാരന് വരുന്ന BP, പക്ഷെ എനിക്ക് ഒരിക്കലും 120/80. അപ്പം എൻ്റെ BP താന്നിരിക്കണം. അപ്പോൾ കുറച്ച് ഉപ്പിട്ടുള്ള വെള്ളം കുടിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഇന്നലെ ഈ വാക്ക് ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു വേദന തീരുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞു, ഇതാ എൻ്റെ ഇതിലൊന്നും അവസാനമില്ലേ. മരുന്ന് കഴിച്ചിട്ട് പ്രിയളർ എൻ്റെ കയ്യിലെ മരുന്നിൻ്റെ അളവുണ്ടല്ലോ, പല്ലുവേദനയുടെ മരുന്ന്, ചെവിവേദനയുടെ മരുന്ന്, BP-യുടെ മരുന്ന്, ഷുഗറിൻ്റെ മരുന്ന്, ഫാറ്റി ലിവറിൻ്റെ മരുന്ന്, ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് നോക്കണം. ഞാൻ ആദ്യമൊക്കെ ഓരോന്ന് കഴിക്കാം. മോൻ്റെ കൊച്ചുണ്ട്, അവൻ വന്നിട്ട് പറയാം, അപ്പം ഞാൻ തരാം തന്നെ ഓരോന്ന് തരാം. അപ്പം കുറേ സമയം എടുക്കണു. ഞാനിന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് അവരെ വിളിക്കാൻ പോയില്ല, അതെല്ലാം കൂടി ഇങ്ങനെ നോക്കി ഒന്ന് കുരിശ് വരച്ചിട്ട് ഒറ്റ ഇങ്ങനെ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ മരുന്നിൻ്റെ മുകളിലാണ് നടക്കണത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു വേദന തീരുമ്പോൾ എന്നിട്ട് ഞാൻ ഉപദേശിക്കുകയാണ് മറ്റുള്ളവരോട്. ഞാനിങ്ങനെ ദേഷ്യം വന്നിരിക്കുക. അപ്പോൾ അടുത്തിനോട് പറഞ്ഞു, സാരമില്ല, ജീവിതം ശരിയാവും, രോഗം വന്നാൽ നീ പേടിക്കണ്ട. എന്താ ഉപദേശം? നല്ല സുഖമുള്ള ഒരു പരിപാടി ഉപദേശിക്കുക എന്നുള്ളത്. മറ്റുള്ളൊരു വേദന കാണുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ ജോബിനോട് ചോദിക്കണേ, എന്താ നീ അനേകരും ഉപദേശിച്ചിട്ടുണ്ട്, ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, കാലിടേവരെ നിന്റെ വാക്കുകൾ താങ്ങി നിർത്തി, ദുർബല പാദങ്ങൾക്ക് നീ ശക്തി പകർന്നു, നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയോ? ചോദ്യം ആരോടാ? ജോബിനോടല്ല, എന്നോട്, നിങ്ങളോട്. സ്വയം ചിന്തിച്ചോ? വിശ്വാസി എന്ന പ്രമാണം വലിയ പേരൊക്കെ എഴുതി വെച്ച് ഞാൻ വലിയ വിശ്വാസിയാണ്, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി നിൽക്കുന്നവനാണ്, ഞാൻ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്നു, 15 ദിവസം ഇടുമ്പോൾ കുമ്പസാരിക്കുന്നവനാണ്, ഒക്കെയുണ്ട്. നമുക്ക് ഭയങ്കര വിശ്വാസാ ദൈവത്തിലെ. പക്ഷെ ഒന്നിന് പറയും ഒന്നായി അടി കിട്ടിയപ്പോ നമുക്ക് പതർച്ചേ, ദൈവമേ ഇതെന്തുകൊണ്ട്? അതാണ് പ്രഭാഷക 37 ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചോദിക്കരുത്, എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കരുത്, യഥാകാലം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. സ്വരമെഴുതി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കം വരുന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ക്രൈസ്തലാണ്. അപ്പോ നിങ്ങൾ നല്ല മനുഷ്യരാണ്, എനിക്ക് മനസ്സിലായി. നിങ്ങളെ ജോബിന്റെ പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു വെക്കാൻ മതി. ഇത് ഞാൻ സമയമില്ല. ഓക്കെ, നമുക്ക് 12 മണിക്ക് കുർബാനയാണ്. അപ്പൊ നമ്മൾ അടുത്ത് നീർച്ചാലിനരികെ നട്ടതും. അപ്പൊ ഒരു ദൈവ മനുഷ്യന് കിട്ടേണ്ട പ്രത്യേകതയാണ്, അവനെവിടെയാണ് എപ്പോഴും? അവനെപ്പോഴും എവിടെയാ? ഈ വീട്ടിൽ പോയിട്ട് വെള്ളത്തിൽ കാലിട്ടിരിക്കണ്ട. നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയാണ്, അവന്റെ വേര് വെള്ളത്തിലേക്ക് ഊന്നി നിൽക്കണു. എന്നാൽ എൻ്റെ കാലെപ്പോഴും വെള്ളത്തിൽ കയറി നിൽക്കാനല്ല പറഞ്ഞത്. നീർച്ചാലിനരികെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവൻ എപ്പോഴും ഫലം പുറപ്പെടുവിക്കും. എപ്പോഴും അവൻ ഫലം പുറപ്പെടുവിക്കും. അവന്റെ ഇലകൾ എന്താണ് എഴുതിയിരിക്കുന്നത്? 17:8 ജെറമ്യ 17:8 മറിച്ചോ? ജെറമ്യ 17:8 അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് എഴുതി വെക്കണട്ടോ. അത് വേനൽക്കാലത്തെ എന്തുകൊണ്ടാ? അവനെപ്പോഴും എവിടെയാ? വെള്ളത്തിലല്ല. അവനെപ്പോഴും വെള്ളത്തിലായോണ്ട് അതല്ല, അവനെ വേര് എപ്പോഴും വെള്ളത്തിലാണ്. ചിലരൊക്കെ ബൈബിളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിലായ ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ല, ആ വെള്ളമല്ല, അവന്റെ വേര് എപ്പോഴും വെള്ളത്തിലാണ്. അവനെപ്പോഴും ആരുടെ കൂടെയാണ്? പരിശുദ്ധാത്മാവിന്റെ കൂടെയാണ്. അപ്പൊ അവന് വേദന ഉണ്ടാവും, ദുഃഖം ഉണ്ടാകും. അവൻ ആരടുത്ത്? അത് അവനൊന്നും പ്രശ്നമല്ല. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഇല കൊഴിയാത്ത വൃക്ഷം പോലെയാണ്. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ഹല്ലേലൂയ. ഉറക്കെ പറയേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. പ്രതിജ്ഞ കഴിഞ്ഞ് ഗാന്ധി ജയന്തിക്ക് പ്രതിജ്ഞ എടുക്കണ മാതിരി ഞാൻ ഇതൊന്നും ഇവിടെ ഇടില്ല അവിടെ ഇടില്ല എന്നൊന്നും അങ്ങനത്തെ പ്രതിജ്ഞയില്ല. അത് കള്ളപ്രതിജ്ഞകൾ അതല്ലേ. നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ആനന്ദം എവിടെയാണ്? നമ്മുടെ ആനന്ദം എവിടെയാണ്? അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ക്ലാസ്, മോട്ടിവേറ്റർ ആരാണ്? കർത്താവായ യേശു. അവന്റെ പ്രത്യേകത എന്താ? മറന്നോ? ഹെബ്രായർ 4 മറന്നു. 15, 16 എന്താണ്? മറക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ്. അല്ലേ? എന്താണ് 15, 16? നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ മതി. ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. എപ്പോ വേണമെങ്കിലും നമുക്ക് അവന്റെ അരികിലേക്ക് ഓടിച്ചെല്ലാം. അവൻ നമ്മുടെ അരികിലേക്ക് വരും. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ ചിന്തയെ വേണ്ടോന്നാ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത്. അവന്റെ അരികിലേക്ക് പോകാവൂ. പലവരുടെ അരികിലേക്ക് പോയാൽ നമുക്ക് എന്തുണ്ടാവും? നഷ്ടം ഉണ്ടാവും. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയും. ഒരു പ്രശ്നം വരുമ്പോൾ പറയും, എൻ്റെ ഇവിടെ നല്ലൊരു ജോത്സ്യനുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വന്നോ, അയാള് വെച്ച് അച്ചിട്ടാണ്, അയാൾ പറഞ്ഞതാണ്. ശരിയാവോ? ഒന്ന് പോയി നോക്കിയാലാ. നമ്മുടെ കൈയും കാലം അങ്ങോട്ട് ഓടും. ദൈവമേ, ഇനിയിപ്പോ ആരാ രക്ഷ? നമുക്ക് ഏക രക്ഷ ആരാ? ഈ ജോത്സ്യൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു എന്താ പറയാ ഓഫീസിലേക്ക് ചെന്നു. അപ്പൊ ഓഫീസിന്റെ തൊട്ടപ്പുറത്ത് ഒരു ജോത്സ്യന്റെ ഓഫീസാ. ഞാൻ അറിയുന്ന ജോത്സ്യൻ. അപ്പൊ പുള്ളി ബ്ലഡ് ഒക്കെ എടുക്കാൻ ഞങ്ങളുടെ ലാബിലേക്ക് വരുന്ന ആളാ. അപ്പൊ അയാൾക്ക് ഷുഗറൊക്കെ ഉണ്ട്. അപ്പൊ ഈ ജോത്സ്യം വന്നിട്ട് ഞാൻ എന്താണ് എന്നൊക്കെ വിശേഷമൊക്കെ ചോദിച്ചപ്പോ എങ്ങനെയുണ്ട് സാറേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ലാബുകളുടെ കാര്യമൊക്കെ പറഞ്ഞു തന്നപ്പോ ഇയാൾ അച്ഛൻ സ്ഥിരം നമ്മളവിടെ വരുന്ന ആളായിരുന്നു. അയാൾ മരിച്ചുപോയി. അങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചപ്പോ ജോത്സ്യൻ എന്തു സ്നേഹത്തോടെ എന്നോട്, പയ്യൻസ് കഴിഞ്ഞാൽ 10-40 വയസ്സുണ്ടാവും. അയാൾ എന്തു സ്നേഹത്തോടെ എന്നോട് ചോദിക്കുകയാണ്, സാറിന് ജോത്സ്യത്തിൽ വിശ്വാസം ഉണ്ടാ? എന്ത് സ്നേഹത്തോടെ ചോദിക്കണറിയോ? ഞാൻ ചോദിച്ചു, നമ്മള് വല്ലതും ചോദിക്കോ, നിങ്ങൾക്ക് കർത്താവിന് വിശ്വാസം ഉണ്ടെന്ന് ചോദിക്കോ? നമ്മൾ പിന്നെ അയാളെനിക്ക് സാറിന് ജോത്സ്യത്തിൽ വിശ്വാസം ഉണ്ടാ? ഞാൻ ആലോചിക്കാൻ നിന്നൊന്നുമില്ല. എനിക്കൊരു വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ? എനിക്ക് വിശ്വാസമില്ല. ഞാൻ എന്തിനാ വിശ്വസിക്കുന്ന ജോത്സ്യത്തിൽ? ഞാൻ എൻ്റെ വിശ്വാസവും എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ നേടി ഞാൻ നടക്കുന്ന അയാൾ സ്നേഹത്തോട് പറഞ്ഞിട്ട്. അപ്പോൾ അതല്ല, ഏതുമില്ല, ഒന്നുമില്ല. ആ സമയത്ത് എനിക്ക് വേണമെങ്കിൽ ഒന്ന് പതറി പോയാൽ മതി. അയാൾ എന്നെ വിളിച്ച് അകത്ത് കയറി അവിടെ നിർത്തിയിട്ട് എന്നോട് കാര്യം പറഞ്ഞാല്, ഞാൻ തക്ക സമയത്ത് ദൈവം എന്നെ ഒരു ജോത്സ്യന്റെ മുമ്പില്, അല്ലേ നമ്മൾ പറയാം അങ്ങനെയല്ലേ, തക്ക സമയത്ത് ജോത്സ്യന്റെ മുമ്പിലേക്ക് എന്നെ ദൈവം എത്തിച്ചു. ആ സമയത്ത് ഞാനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്താണ് ദൈവം എന്നെ ജോത്സ്യന്റെ മുമ്പിലേക്ക് എത്തിച്ചത്. ജോത്സ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് പേടിക്കണ്ട, ഇതാണ് 40 വയസ്സ് വരെ സാറിന് പ്രശ്നമാണ്, 40 വയസ്സ് കഴിഞ്ഞാൽ അടിക്കടി പൊന്തി പോവും. നമ്മളിത് കേട്ട് ശരിയാ, നമ്മൾ 40 വയസ്സ് നോക്കിക്കാ പൊന്താനായിട്ട്. നമുക്ക് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഞാനിങ്ങനെ വേറെ പറഞ്ഞപ്പോ എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ മോശയില്ലേന്ന് അയാളോട് ചോദിച്ചപ്പോഴേ, നിങ്ങൾക്ക് ജോത്സ്യത്തിൽ വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അടുത്ത വർഷം വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓരോ ആലോചനയും വെച്ചില്ല, എനിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പാടുമോ? അയാൾക്ക് വിഷമമില്ലെന്ന്. ഞാനിപ്പോൾ അയാളെ വിഷമം നോക്കേണ്ട ആവശ്യമുണ്ടോ? വേണോ? എനിക്ക് അയാളെ വിഷമം വേണം. ഞാനവിടെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതുപോലെയുള്ള പ്രതിസന്ധികള് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമുക്ക് ആനന്ദം നമ്മൾ എവിടെ ചെല്ലേണ്ടത്? എനിക്ക് 100,000 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ, രോഗവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെവിടേക്കാ പോണത്? ഞാൻ ജോത്സ്യൻ്റെ അടുത്ത് പോയി ജോത്സ്യൻ 100 കാര്യങ്ങൾ പറഞ്ഞു തരും. നീ കൗൺസിലറുടെ അടുത്തേക്ക് പോകും. ക്രിസ്ത്യൻ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ അവര് ദൈവിക കൃപയിൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞു തരും, നമ്മളതും കേട്ട് കൊടുക്കും. നമ്മളെ വചനം പഠിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒരു കൗൺസിലറും, ഞാൻ ഇപ്പൊ ഇവിടെ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾ അത് വേണ്ട, അതല്ല ഞാൻ പറഞ്ഞു. ബ്രദർ പറഞ്ഞു കൗൺസിലിംഗ് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന് അർത്ഥം. നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കാൻ നല്ലതാണ്. പക്ഷേ നിങ്ങളെ സഹായിക്കുന്ന ഏത് കൗൺസിലിനേക്കാളും ഏത് കാര്യത്തെക്കാളും നിങ്ങൾക്ക് നല്ല കൗൺസിലർ ഇതിൻ്റെ അകത്തുണ്ട്, ഈ വചന പുസ്തകത്തിൻ്റെ ഉള്ളുണ്ട്. നിങ്ങളൊന്ന് ഇരുന്നാൽ മതിയെന്നേ. നിങ്ങളൊരു ദിവസം ഒരു അരമണിക്കൂർ ഈ സാധനം മീൻസ് ഇതിൻ്റെ മുമ്പിലൊന്ന് ഇരുന്നാൽ മതി. നിങ്ങൾ ഇനി ഉറങ്ങിക്കോ, ഇതിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങിക്കാം.
ആരെ കെട്ടിപ്പിടിച്ചത്? ആരെ കെട്ടിപ്പിടിച്ചിരിക്കണത്? ചിലര് പറയില്ലേ, ഓ ഭയങ്കര ഉറക്കം, ഉറങ്ങിക്കോ നിങ്ങള്. ഞാൻ ഇവിടെ നിന്ന് ഉറക്കാതിരിക്കുന്ന നിങ്ങൾക്ക് ഉറക്കം വരാണ്ടിരിക്കാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ സാധനത്തിൽ കെട്ടിപ്പിടിച്ചിരുന്നോ, അതുകൊണ്ട് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങിക്കാം, നിദ്രയിലാണ്ടു പൊക്കോട്ടെ അങ്ങോട്ട്. പക്ഷെ ആരെ കെട്ടിപ്പിടിച്ചിരിക്കണേ? ഒരു അരമണിക്കൂർ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം കിട്ടുമ്പോഴൊക്കെ ഇതിന് മുമ്പിൽ ഈ വചനം. എൻ്റെ ബൈബിളിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ബ്രദറിന്റെ ബൈബിളിൽ ഇനി വരയ്ക്കാനൊന്നുമില്ലല്ലോ ഒന്ന് സ്ഥലം, എല്ലാവർക്കും വരച്ചിട്ടിരിക്കുക, അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക. അത് നമുക്ക് ആ വചനം കിട്ടുമ്പോൾ അതിപ്പോ നമ്മൾ എഴുതി അപ്പം നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നമുക്കത് പ്രാക്ടിക്കലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഹല്ലേലൂയ. ഇതെല്ലാം ചെയ്തിട്ട് നമ്മുടെ വിശ്വാസം ചില സമയത്ത്, ഞാനിങ്ങനെ സംസാരിക്കുന്നത് മിഞ്ഞാന്ന് കുമ്പസാരിച്ചായിരുന്നു. മിഞ്ഞാന്ന് ഞാൻ അച്ഛൻ വന്ന് എൻ്റെ പള്ളിയിൽ പെരുന്നാൾ, അവിടെ കൊച്ചുരേശയുടെ പെരുന്നാൾ. അപ്പോൾ അച്ഛൻ വന്ന് കുമ്പസാരിച്ചപ്പോൾ ഞാൻ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയുണ്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ 1-2 ഉപദേശങ്ങളും ചില കാര്യങ്ങൾ എന്നെ ഇന്ന് ഈ വേദിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ മടിയനായിട്ടിരിക്കുന്നു, എനിക്ക് അത്രമാത്രം ഓരോ പ്രശ്നങ്ങൾ. അപ്പൊ ഇതൊക്കെ ഞാൻ പറയണ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന, മറ്റുള്ളവരോട് അങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ കർത്താവ് അത് നല്ലതല്ല, അത് നന്നല്ല. അപ്പൊ നിന്റെ ബലം, അതാണ് അവിടെ പറയുന്നത്, ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, നിന്റെ ദൈവഭക്തി. അവനൊന്ന് വായിച്ചേക്കേ. നിന്റെ ദൈവഭക്തി നിനക്ക് എന്താണ്? 4:6 നിന്റെ ദൈവഭക്തി നിനക്ക് ബലം തരുന്നില്ലേ? നിന്റെ ദൈവഭക്തി നിനക്ക്, ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിന്റെ ദൈവഭക്തി നിങ്ങൾക്ക്, സ്വയം പറയണം, നിന്റെ ദൈവഭക്തി നിനക്ക് ബലം തരുന്നില്ലേ? നീ എന്തുമാത്രം ഉച്ചസ്വരത്തിൽ പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി വേറെ നാമമില്ല, യേശു നാമമല്ലാതെ എന്ന് പറഞ്ഞ നിന്റെ ദൈവഭക്തി നിനക്ക് ബലം തരുന്നില്ലേ? ശുശ്രൂഷകര് ചോദിക്കണം. ഞാൻ പതറുണ്ടാന്നല്ല പറഞ്ഞത്, മനുഷ്യരാകുമ്പോ പതറും അല്ലാന്നല്ല. പക്ഷെ അതിനപ്പുറത്ത്, അതിന്റെ അപ്പുറത്ത് ഓവർകം ചെയ്യാനുള്ള കൃപ തരും ദൈവം. ഹല്ലേലൂയ. അതാണ് ജോബിനോട്, നിന്റെ ദൈവഭക്തി നിനക്ക് ബലം തരുന്നില്ലേ? നിഷ്കളങ്കത നിനക്ക് പ്രത്യാശ നൽകുന്നില്ലേ? നീ ഒരു സാധാരണക്കാരനെ പോലെ എന്തേ നീ വീണു പോണത്? നീ എഴുന്നേൽക്കണം. കർത്താവ് കുരിശിന്റെ വഴിയിൽ 3 പ്രാവശ്യം എഴുന്നേറ്റു എന്നാ പറയണത്. നീ എഴുന്നേൽക്കണം, എന്നിട്ട് നിന്റെ കർത്താവിനെ നീ വിളിച്ചു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. പിന്നെ കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഏതാ വചനം? വചനം എത്രയാ? ആരാ പറഞ്ഞ? അമ്മച്ചി പറഞ്ഞതാണോ? ഏശയാ അല്ലേ? അമ്മച്ചില്ലേ പറഞ്ഞ? വയസ്സ് ഇത്രയെന്നറിയാ? ഏതാണ്ട് ആ വയസ്സ് എനിക്കത്ത് അറിയി. 59 കഴിഞ്ഞു. അമ്മച്ചിയുടെ ഉള്ളിൽ എപ്പോഴും ഈ ആനന്ദമാണ് കർത്താവിന്. അങ്ങനെ ആനന്ദം വേണം. ഞാനിത് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഈ സന്തോഷം. കഴിഞ്ഞ ദിവസം ഒരാളെന്നോടൊന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു, കർത്താവ് എന്തെല്ലാം നമ്മൾ ചെയ്തു കൂട്ടിയാലും ദൈവത്തിൻ്റെ ആനന്ദം, അല്ലെങ്കിൽ ഒരു ദൈവപൈതലിൻ്റെ ആനന്ദം വചന പുസ്തകമാണ്. നിങ്ങൾക്ക് ജോഷിയുടെ പുസ്തകം നിർത്തിക്കാൻ, അവൻ 2-ാം അധ്യായം, സങ്കീർത്തനം 2, അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലവൻ അതിനെ കുറിച്ച് ധ്യാനിക്കുന്നു. എപ്പോഴാണ്? 24 അവർ, 24 മണിക്കൂർ അവൻ അതിനെ കുറിച്ച്. ജോഷിയുടെ പുസ്തകത്തിലേക്ക് 1-ാം അധ്യായം. ജോഷുവ, വേഗം എടുക്ക് എന്റെ സമയമായി. ജോഷുവ 1-ാം അധ്യായം 7-ാമത്തെ വചനം. വായിക്ക്. ഏവയിൽ നിന്ന്? ഏതിൽ നിന്ന്? നമ്മളിങ്ങനെ വായിച്ചു പോയിട്ട് ഏതിൽ നിന്ന്? കർത്താവിന്റെ നിയമത്തിൽ നിന്ന് നീ ഇടം വലം വ്യതിചലിക്കരുത്. എന്നിട്ട് നിന്റെ ഉദ്യമങ്ങളെല്ലാം നീ വിജയം വരിക്കും. ഇങ്ങനെയാട്ടോ നമ്മൾ ഇതിന്റെ ഇണവചനാണ്. ഏതിന്റെ? രാവും പകലും ധ്യാനിക്കുന്നതിന്റെ ഇണവചനാണ് പറയുന്നത്. എല്ലാ ബൈബിളിലെ വചനങ്ങൾക്കും ഒരു ഇണവചനം മറ്റൊരു അധ്യായത്തിലെ മറ്റൊരു പുസ്തകത്തിലുണ്ടാകും. അതാണ് ബൈബിളിന്റെ പ്രത്യേകത. അപ്പൊ ഇതിന്റെ ഒരു ഇണവചനാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ വചനാണ് ജോഷുവ 1-ന്റെ എത്രയാണ്? 8 അല്ലേ? എന്താണ്?
ന്യായപ്രമാണ ഗ്രന്ഥം, ന്യായപ്രമാണം എന്നുള്ള ഗ്രന്ഥല്ലേ, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കണം. പിന്നെ അതിൽ എഴുതിയിരിക്കുന്നത് എല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെ കുറിച്ച് നേരത്തെ നമ്മൾ രാവും പകലും വായിച്ചില്ലേ? എവിടെയാണ് ഒന്നാം സങ്കീർത്തനം 1:2 വായിച്ചു. രാവും പകലും വായിക്കേ, രാവും പകലും അതിനെ കുറിച്ച് ധ്യാനിക്കണം. എന്നിട്ട് അപ്പോൾ നിനക്ക് നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. എപ്പോഴാണ് നീ വിജയം വരിക്കുക? നീ തോറ്റവനാണ്, എന്ത് ചെയ്തിട്ടും വിജയം കിട്ടണില്ല, പരാജയം 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 എന്ന് പറഞ്ഞ് നീ ദുഃഖിച്ച് തല താഴ്ത്തണ്ടെന്ന് കർത്താവ് പറയാ. പരാജയം ഉണ്ടാകും നിന്റെ ജീവിതത്തില്, പക്ഷെ നീ അവിടെ ദുഃഖിച്ച് തല താഴ്ത്തി എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം അവരോട് പറയാണ്. എന്നെ കേൾക്കുന്നതിന്റെ പ്രിയമുള്ളവര്, നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങള്, മറ്റുള്ളവർ നിന്നെ അംഗീകരിക്കുന്നില്ല, മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, എന്നെ ഒറ്റപ്പെടുത്തുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് 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 ഞാൻ തനിച്ചാണ് എന്നൊക്കെ തോന്നുമ്പോഴും നിന്റെ കൂടെ വരുന്ന ഒരു ദൈവമുണ്ടെന്ന്. അതാണ് ജോഷുവ 1:8 പറയുന്നത്, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അല്ലാണ്ട് ഏതാണ്ട് വലിയ കവികളുടെ വാക്കുകള് വായിൽ വെച്ചിരുന്ന് സുവിശേഷം ഞാൻ കേട്ടിട്ടുണ്ട്. ചില അച്ഛന്മാര്, ചില സുവിശേഷകര്, അവര് പറഞ്ഞ ഇന്റർനാഷണൽ ടോക്കാണ്. ആരെ കുറിച്ചിട്ടാ? അബ്ദുൽ കലാം അഗ്നിച്ചിറകുള്ള ചിത്രം എന്താണ് ബുക്കിൽ പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങി കേട്ടു, രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ. എന്റെ പൊന്നു മക്കളെ, ഗീതാഞ്ജലിയിൽ പറഞ്ഞത് കേൾക്കാനല്ല നിങ്ങൾ വന്നിക്കണത്. അതൊന്നും നിങ്ങളെ രക്ഷപ്പെടുത്തില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു ശുശ്രൂഷകനിൽ നിന്ന് പ്രസംഗിക്കുന്നതാ. അഗ്നിച്ചിറകുള്ള എന്താണ് അബ്ദുൽ കലാമിന്റെ അല്ല നിന്നെ രക്ഷിക്കുന്നത്. നിന്നെ രക്ഷിക്കുന്നത് ഇതാണ്. ഈ പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടോ നീ വിശ്വസിക്കണം. അതിന് നമുക്ക് സമയമില്ല. കണ്ട ചപ്പും ചവറും കേൾക്കാൻ നമുക്ക് സമയമുണ്ട്. അതാ ശരി, അതാ ശരി, അതാ ശരി. ചിലരൊക്കെ വാദിക്കാൻ വരും. അതാ ശരി, അതാ ശരി. ഏത് ശരി? ഒരു ക്രിസ്ത്യാനിയുടെ എന്താ പറയാ, അവന്റെ അളവുകോലും വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥം എന്തു പറയുന്നു, എന്ത് ചെയ്യുന്നു, അതാണ് ക്രിസ്ത്യാനിയുടെ മാനദണ്ഡം. അപ്പുറം ഇപ്പുറം പറയുന്നവരല്ല. അവര് പറഞ്ഞു പോകും, ചരിത്രത്തിന്റെ ചവിട്ടുകൊണ്ടിലേക്ക് പോകും. എന്നിട്ട് ക്രിസ്ത്യാനി നാണമില്ലാണ്ട് മറ്റുള്ളവരുടെ വാക്കുകൾ പറഞ്ഞു നടക്കാം. അവൻ അങ്ങനെ പറഞ്ഞു, ഇവൻ ഇങ്ങനെ പറഞ്ഞു. വേണ്ടാതെ ഞാൻ പറഞ്ഞു, പുസ്തകം വായിക്കേണ്ടതല്ല പറഞ്ഞത്. പക്ഷെ അവൻ വിശ്വസിക്കേണ്ടത് അതല്ല. കണ്ട മോട്ടിവേറ്റർമാരുടെ കാര്യങ്ങളല്ല അവൻ വിശ്വസിക്കേണ്ടത്. അതിനേക്കാളും വലിയ മോട്ടിവേഷൻ തരുന്ന ഒരു മോട്ടിവേറ്റർ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ എന്തൊരു ചപ്പ് ചവർ കേൾക്കാൻ എന്റെ സമയം കളയുന്നത്. അവൻ ഇത് കേൾക്കാൻ സമയമില്ല, വചനത്തിന് മുമ്പ് ഇരിക്കാൻ സമയമില്ല, വചനം കേൾക്കാൻ സമയമില്ല. 10 മിനിറ്റ് പള്ളിയിൽ അച്ഛൻ ഒന്ന് വചനം കൂടുതൽ പറഞ്ഞാൽ അച്ഛനെന്താ വേറെ പണിയൊന്നുമില്ല. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയാ ഒരു ആയുധമാണ്, അല്ലെങ്കിൽ ഒരു കൃപയാണ് വിശുദ്ധ ഗ്രന്ഥം. അതിന്റെ അപ്പുറത്തൊന്നുമില്ല, ഇപ്പുറത്തൊന്നുമില്ല. നീ ഇതനുസരിച്ച് മുന്നോട്ട് പോയാലുണ്ടല്ലോ, നിന്റെ ജീവിതത്തിന്റെ ഏത് ക്രമകേടുകളിൽ നിന്നും ദൈവം നിന്നെ രക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് സമൃദ്ധി ഉണ്ടാകാൻ, നിനക്ക് ഉയർച്ച ഉണ്ടാകാൻ, നിനക്ക് വളർച്ച ഉണ്ടാകാൻ, നിനക്ക് ഉന്നതി ഉണ്ടാകാൻ ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ ആദരങ്ങളിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ആദരത്തിൽ എന്താണ്? ന്യായപ്രമാണ ഗ്രന്ഥമാണോ നമ്മുടെ ആദരത്തിലിരിക്കണേ? സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് അല്ലേ മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും പറയാനും ന്യായപ്രമാണ ഗ്രന്ഥം ഒരു പോസിറ്റീവ് കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. ആ അച്ഛനെ കുറ്റം പറഞ്ഞ്, ഈ അച്ഛനെ കുറ്റം പറഞ്ഞ്, ആ സിസ്റ്ററെ കുറ്റം പറഞ്ഞ്, ആ സുവിശേഷകനെ കുറ്റം പറഞ്ഞ്, അവസാനം വീട്ടിലുള്ളവരെ കുറ്റം പറഞ്ഞ്, എല്ലാവരും കുറ്റം പറഞ്ഞ് കുറ്റം പറയാൻ ആരുമില്ല. അപ്പൊ കുറ്റം പറയാൻ പറ്റുന്ന കർത്താവാ. അപ്പൊ കർത്താവിനും കുറ്റം പറഞ്ഞ്
എന്താ കർത്താവ് അങ്ങനെ ചെയ്യില്ല. എന്നോട് ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ ദൈവം എന്താ, നിങ്ങളുടെ കർത്താവ് എന്താ, ഈ കണ്ണ് നിനക്ക് ഇടാസ്വരത്തിൽ നിങ്ങൾ അത് പിഴുതെറിയാൻ പറഞ്ഞു. അതിനെന്ത് മര്യാദ, പിഴുതെറിയാൻ പാടും? കണ്ണ് പിഴുതെറിയെന്നാണ് പറഞ്ഞത്. കാല് നിനക്ക് ഇടർച്ചയുണ്ടെങ്കിൽ ഒരു കാല് വെട്ടിക്കളയെന്ന് പറഞ്ഞു. എന്ത് കർത്താവ് എന്നാ മുടി നോക്കിയതിന് ഇങ്ങനെ കേട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് നമ്മള് അവസാനം കുറ്റം പറയാൻ കിട്ടിയ ഒരാളാരാണ്? നസ്രത്തിലെ കർത്താവ്. നമുക്ക് എന്തോരം നമ്മുടെ ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞാൽ ബൈബിളിനെ കുറിച്ചിട്ട് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് എഴുതി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉൽപ്പത്തി 19:14 ഞാൻ പഠിച്ച് പറഞ്ഞു എന്റെ വായുള്ളിൽ അത് നിറഞ്ഞു. എന്താണ് 19:14? നിങ്ങൾ എടുക്കേണ്ട സമയം പോണ്ട. എന്താണ് ഉൽപ്പത്തി 19:14? ലോത്ത് സോദോം ഗൊമോറ പ്രദേശത്ത് ചെന്നപ്പോൾ അവൻ സോദോം ഗൊമോറ പ്രദേശം നശിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ അരുളിപ്പാട് കിട്ടിയപ്പോൾ ലോത്തിനോട് ചെന്ന് പറഞ്ഞു, ലോത്തേ, നിന്റെ മക്കളോ നിന്റെ മരുമക്കളോ ആരെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നീ ചെന്ന് അവരോട് പറയണം, കർത്താവ് ഇന്ന് ഈ പ്രദേശം നശിപ്പിക്കാൻ പോകുന്നു. നീ അതുകൊണ്ട് അവരോട് ചെന്ന് പറയണം, കർത്താവ് നശിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ലോത്തിന്റെ മക്കളെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയിരുന്ന അവരുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരാകാൻ പോകുന്നവര് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞത്? ഇതൊരു തമാശയായിട്ടാണ് അവർ കരുതിയത്. ഇത് അപ്പന്റെ ഒരു തമാശ, ഇത് വെറുതെ പറയണതാ. തീയും ഗന്ധമൊന്നും ദൈവം ഇറക്കില്ല, ദൈവം കരുണയുള്ളവനാണ്, എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്കാ ദൈവം തീയും ഗന്ധകം ഇറക്കിയത്. അതവർക്ക് ഒരു തമാശയായി കാണും. നമ്മുടെ ഈ പീഡാസഹനത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം അത് വായിക്കുമ്പോൾ ഇങ്ങനെ കിട്ടിയതാണ്. കഴിഞ്ഞ ദിവസം വായിക്കുമ്പോൾ മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ അവസാന സമയത്ത് ഇവരെ 2 സ്ത്രീകളെ ശവകുടീരത്തിലേക്ക് പോയി കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോ അവര് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് അത്? അവർക്കതൊരു കെട്ടുകഥ പോലെയാണ് തോന്നിയത്. അവർക്കതൊരു കെട്ടുകഥയായിട്ടാണ് അവർക്ക് തോന്നിയത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം കെട്ടുകഥയായിട്ട്, അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം ഒരു തമാശയായിട്ട് കരുതുന്നവരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ! ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വിശ്വസിക്കുവാനും ദൈവത്തിന്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും. ഉറക്കം വരുന്നത് ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. എന്ത് പ്രതിജ്ഞ എടുക്കാം? ഇന്നു മുതലേ മരണം വരെ എന്റെ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും, അല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. ഇന്നു മുതലേ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് അതിൻ്റെതായ പ്രാധാന്യം നൽകിക്കൊണ്ട് അവന്റെ വചനങ്ങളിൽ ഞാൻ ഹല്ലേലൂയ. നിനക്ക് ജീവിതത്തിലെ വിശുദ്ധിയിൽ വളരോ? വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നീ കരയുമ്പോഴും നിന്നെ ആശ്വസിപ്പിക്കുന്ന വചനങ്ങളില്ലാത്തുണ്ട്. നിന്റെ കണ്ണീര് കണ്ട് ഓടിപ്പോകുന്ന ഒരു ദൈവമല്ല. എനിക്ക് ബൈബിളിലെ മനോഹരമായ രംഗാണ് ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ നായിന്റെ വിധവയുടെ ഏക മകൻ മരിച്ചിട്ട് ആ വഴിക്ക് പോകുന്ന കർത്താവ് അവിടെ നിർത്തിയിട്ട് അവന്റെ അടുത്തേക്ക് ചെന്നു. ആ പെണ്ണൊന്നും പറഞ്ഞില്ല. പറഞ്ഞോ? അമ്മച്ചി പറഞ്ഞോ? അമ്മച്ചൊന്നും പറഞ്ഞില്ലേ വരാൻ? കർത്താവ് വഴിക്ക് പോകുമ്പോ ആ ഒരു ശവം കൊണ്ടുപോകണ കണ്ടപ്പോ കർത്താവ് അവന്റെ അരികിലേക്ക് ചെന്നു, ആ മഞ്ചത്തിന്മേൽ തൊട്ടു. എന്നിട്ട് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. ഇന്നത്തെ യുവാക്കന്മാരോടൊക്കെ ഞാൻ പറയാറുള്ളൊരു വാക്കാ. എന്താണെന്നറിയോ? എന്താണ്? ലൂക്കയില് കിട്ടിയ യുവാക്കളോടും ഉറങ്ങിയിരിക്കുന്നവരോടും ഉണർന്നിരിക്കുന്നവരോടും ആ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. യുവാവിനോട് പറഞ്ഞ വാക്കാ. എന്താണ്? കിട്ടിയ നായിലെ മകന് പുനർജീവനം കൊടുക്കുന്നു, ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അതോടെ എന്നിട്ട് അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്റെ മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ ആര് പറഞ്ഞു? യേശു പറഞ്ഞു. എന്ത് പറഞ്ഞു? യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ ഏത് അവസ്ഥയിലാണെങ്കിൽ നീ ഇന്ന്
ചത്തതിന് പോലെയാണ് നീ ജീവിക്കുന്നതെങ്കിലേ മറ്റേത് അവസ്ഥയിലാണെങ്കിലും കർത്താവ് ഇന്ന് എല്ലാവരോടും എന്നോടും നിന്നോടും പറയുക, ഇനി ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ഞാൻ മരണത്തിലായി എന്ന് പറഞ്ഞ് കരയുന്നവനോടും വിലപിക്കുന്നവനോടും തള്ളിപ്പറയുന്നവനോടും കർത്താവ് ഇന്ന് പറയുന്ന സന്ദേശ, യുവാവേ നിന്നോട് ഞാൻ പറയുന്നു, നീ എഴുന്നേൽക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് തന്നെയാണ് ബർത്തിമേയോസിന്റെ സംഭവത്തിലെ മർക്കോസ് 11:45 ബർത്തിമേയോസ് ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഉറക്ക വിളിച്ച ആളുകൾ എന്ന് പറഞ്ഞു, ബർത്തിമേയോസെ നീ മിണ്ടാതിരിക്കുക, ഗുരു പോട്ടെ എന്ന് പറഞ്ഞു. ബർത്തിമേയോസ് ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പിച്ചക്കാരനായിരുന്നു ബർത്തിമേയോസ്, അന്ധനായ പിച്ചക്കാരൻ, എന്റെയും നിന്റെയും വീട് മുറ്റത്ത് വരുന്ന ഒരു പിച്ചക്കാരൻ. അവൻ വിളിച്ചപ്പോ വരെ കർത്താവ് നിന്നു. പറയാണ്, കർത്താവ് അവന്റെ പ്രാർത്ഥന കേട്ട് വിളി കേട്ട് നിന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അവനെ വിളിക്ക്. എന്നിട്ട് അവിടെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്, അവന്റെ ശിഷ്യന്മാരിൽ നിന്ന് അവനെ വിളിക്കുമ്പോ പറയാണ്, എന്താണ് പറയുന്നത്? ധൈര്യമായിരിക്കൂ, യേശു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ കേട്ട് പതിഞ്ഞു പോയ വാക്കുകളായി മാറി. എന്നോടും നിന്നോട് ക്രിസ്ത്യാനിയോട് പറയാനുള്ളതാണ്, നിന്റെ അയൽപക്കത്തെ ഒരാൾ വേദനിക്കുമ്പോൾ അവനോട് ചെന്ന് പറയണം, ഇത് യേശുവിനെ. ഹല്ലേലൂയ. നമ്മൾ എഴുതിയിട്ടില്ല. അവന്റെ നിയമം, അവന്റെ സന്തോഷം, ആനന്ദം എവിടെയാണ്? ആനന്ദം കർത്താവിലാണ്, അവന്റെ നിയമത്തിലാണ്. എവിടെ? സങ്കീർത്തനം 1-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ. വചനത്തിനോടുള്ള ഒരു വലിയ സ്നേഹം, വചനത്തിനോടുള്ള വലിയ ഒരു എന്താ പറയാ, ഒരു അഭിഷേകം, ഒരു അഭിനിവേശം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ യേശുവാണ്. ഏറ്റവും വലിയ മോട്ടിവേറ്റർ അവൻ എഴുതിയ പുസ്തകം, അവൻ തന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു മോട്ടിവേറ്ററും ഇല്ല. അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു പുസ്തകം പോലും നമുക്കില്ല. നീ അതിനെ സ്വന്തമാക്കിയാൽ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ നിനക്ക് കഴിയും. സർവ്വ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കേട്ട കാര്യങ്ങള് മറന്നു പോവാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക്. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു പോലെ കൂടുതൽ അഭിഷേകത്തിലൂടെ തീരുവാൻ അടുത്ത ക്ലാസ്സുകളൊക്കെ വരുമ്പോഴേക്കും കൂടുതൽ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥിക്കണം. കർത്താവേ, വചനത്തിന്റെ പൊരുളുകൾ ഈ ദാസനെ വെളിപ്പെടുത്തി തരണമേ, ഒരു പുതിയൊരു അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ഈശോ മിശിഹായിക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. ബലിപീഠം കാൽവരി മലയിലെ ക്രൂശുമരം യേശുവിൻ ബലിയുടെ സമയമിതാ, സ്നേഹത്തിൽ കൂടാശവൻ സമയം. അൽത്താര തന്നിലെ ബലിപീഠം കാൽവരി മലയിലെ ക്രൂശുമരം യേശുവിൻ ബലിയുടെ സമയമിതാ.